സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ തുടങ്ങിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ 22 പട്ടികജാതി കുടുംബങ്ങൾക്കായി 6 വർഷം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് കാടുമൂടി നശിക്കുന്നത്. കരാറുകാരന് പണം നൽകാതായതോടെയാണ് ഫ്ളാറ്റ് നിർമ്മാണം അടിത്തറയിൽ അവസാനിച്ചത്. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ 20 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് 2019 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷപൂർവ്വം തറക്കല്ലിട്ടത്. 3.45 കോടി രൂപ ചെലവിൽ 4 നിലകളിലായി 20 ഫ്ളാറ്റുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. നിർമ്മാണം തുടങ്ങിയെങ്കിലും കരാറുകാരന് പണം നൽകാതായതോടെ 2 വർഷം മുമ്പ് നിർമ്മാണം നിലച്ചു. മാറി മാറി വന്ന കരാറുകാർ ഇറക്കിയ നിർമ്മാണ സാമഗ്രികൾ നശിച്ചു തുടങ്ങി. ഇത് ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തിയിട്ട് നിർധനരായ ഭൂമിയില്ലാത്ത പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഫ്ലാറ്റ് നിർമ്മിക്കാൻ വേണ്ടി കോടികൾ വരവ് വെച്ച് ഇവിടെ വലിയൊരു ഉദ്ഘാടന മാമാങ്കം പിണറായി വിജയൻ നടത്തിയ വലിയൊരു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിച്ചൊരു പദ്ധതി. നിങ്ങൾ കണ്ടല്ലേ, കാട് പിടിച്ച് കിടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികളാണ്. സിമെൻറ്റ് കമ്പി ഉൾപ്പെടെ, സിമെൻറ്റ് കമ്പി, മെറ്റില്, ടൈൽസ് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് വർക്കെടുത്ത കരാറുകാരന് പൈസ കൊടുക്കാത്തതാണ് ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ ഇവിടെ നടത്തിയ റീത്ത് സമരം, വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഇവിടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചായത്ത് അധികൃതരോട് ഞങ്ങൾ സ്ഥലം കൊടുത്തു, ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലൊന്നും അറിയില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത്. ഇങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ വലിയൊരു പദ്ധതി. ജനങ്ങൾ സത്യം പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ആ 20-22 കുടുംബങ്ങൾക്ക് കുറച്ച് പൈസ കൊടുത്തിരുന്ന അവരൊക്കെ ഇന്ന് വീട് വെച്ച് താമസിച്ചേനെ. വല്ലാത്തൊരവസ്ഥയാണ്. ഇതിനെതിരെ നിരന്തരമായി നമ്മൾ സമരം നടത്തിയിട്ട് യാതൊരു പ്രയോജനമില്ലാത്ത അവസ്ഥയാണ്. മണ്ണഞ്ചേരി പഞ്ചായത്ത് 2-ാം വാർഡിൽ പഞ്ചായത്ത് ലൈഫ് മിഷന് നൽകിയ 62 സെന്റ് സ്ഥലത്തായിരുന്നു ഫ്ളാറ്റിന്റെ നിർമ്മാണം. 152 കോടി രൂപയുടെ പദ്ധതി 6 വർഷം മുമ്പ് ഭയങ്കര പരിപാടിയായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്തതാണ് ഓൺലൈനിൽ മുഖ്യമന്ത്രി. എനിക്ക് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല? അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയുടെ പരിപൂർണതയിൽ എത്തിക്കാൻ ഒരു ഉത്തരവാദിത്തമില്ലേ? ജനങ്ങളെ കബളിപ്പിക്കാനല്ല എന്താണ് കാണുന്നത്? ഇത് നോക്കി, ഈ കാണുന്നതില്ല, നോക്കിയേ എത്ര കോടി രൂപയാണ് കിടക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ കാണിക്കുന്ന കൈയിട്ട് വാരൽ പദ്ധതിയല്ല വേറെ എന്താ നടക്കുന്നത്? ഇത് പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം കാണിക്കേണ്ട ഗവൺമെൻറ് അത് ഇപ്പോൾ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. 20 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് കൊടുക്കാം. 20 കുടുംബങ്ങളുടെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിലൊക്കെയാണ് വലിയ വമ്പൻ പരിപാടികളായിട്ട് ഇത് നടത്തിയത്. പക്ഷേ എന്താ പ്രയോജനം? ഇവിടെ പ്രയോജനം വല്ലതും ഉണ്ടാ? ഒരു പ്രയോജനവും ഇല്ല. ഇതിങ്ങനെ വന്ന് കൂടിക്കിടക്കണേ. ഞങ്ങളുടെ അറിവനുസരിച്ച് അഞ്ചാമത്തെ കോൺട്രാക്റ്റാണ് ഇപ്പം. അദ്ദേഹം ടൈൽ ഇറക്കി വെച്ചിട്ടുണ്ട്, സിമെന്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി, നശിച്ചു പോവുകയാണ്. നിർമ്മാണം നിലച്ചതോടെ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ MLAക്ക് പരാതി നൽകി. 2-ാം പിണറായി സർക്കാർ നിർമ്മാണം പുനരാരംഭിക്കുമെന്ന് MLA വാക്ക് നൽകിയെങ്കിലും ഇതുവരെ നിർമ്മാണം പുനരാരംഭിച്ചില്ല. സർക്കാർ നൽകിയ ഉറപ്പിൽ വീട് സ്വപ്നം കണ്ടവർ ഇപ്പോഴും അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ്. ജനം, ആലപ്പുഴ.